ഗ്യാങ് റിജക്റ്റ് ആക്കിയിട്ടൊന്നുമില്ല ഗൈസ്. ഗ്യാങ് ഒക്കെ നമ്മൾ ഗ്യാങ് വിളിക്കും. ഗ്യാങ് ഒന്നും ഇഷ്യൂ ഒന്നുമില്ല. ഗ്യാങ്ങിന് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റൂല. എടാ എനിക്ക് അതെ സത്യം അതാണ് പറയാലോ, ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ എല്ലാം പേടിയാ ലിറ്ററലി. നമുക്ക് ആ ഒരു ഗോ വിത്ത് ഫ്ലോ ഒന്നും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. എന്ത് പറയണമെന്ന് അറിയില്ല, ആരെ വിശ്വസിക്കണം എന്ന് അറിയില്ല, ആരൊക്കെയാണ് ബാക്ക് സ്റ്റാബ്, ആരൊക്കെയാണ് പണി തരുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും താത്താൻ കുറെ പേര് കഷ്ടപ്പെടുന്നുണ്ടടാ. പ്രാങ്ക് അണ്ടിയാന്ന് എനിക്ക് ഇങ്ങനെ വന്നാണ്ട് ആ, ഞാൻ അതെ ഇങ്ങനത്തെ കോൺട്രവേഴ്സി ലൈവോ ശരിയാ. അല്ലെങ്കിൽ ഇതേമാതിരി ഇരുന്ന് വേറെ ആൾക്കാരെ ആരാധിക്കണ ലൈവോ എനിക്ക് ചെയ്യാൻ പൊതുവെ താല്പര്യമില്ല. അത് നിങ്ങൾക്ക് അറിയാലോ. നമ്മളെ റെഗുലറായിട്ട് കാണുന്ന സ്റ്റാർട്ടിങ് തൊട്ട് കാണുന്ന ഓഡിയൻസിനെ അറിയാം നമ്മളാ പരിപാടി ചെയ്യലില്ല. ഇനി ഇതിന്റെ പേരിൽ അപ്പുറത്ത് പോയിട്ട് ഇനി വലിയ പ്രശ്നം ഉണ്ടാക്കരുത് ഉള്ള കാര്യം പറയാം. അതിനെപ്പറ്റി നിങ്ങൾ കാര്യത്തിന്റെ വ്യക്തത അറിയാതെ അവിടെ എവിടെയും പോയിട്ട് ചുമ്മാ ഓരോന്ന് പറയരുത്. ഇപ്പൊ ഇത്ര മാത്രം കേട്ടിട്ട് അവിടെ എവിടെയും പോയിട്ട് ഓരോന്ന് പറഞ്ഞു തുടങ്ങും. ഇപ്പൊ തന്നെ വേറെ ആരെങ്കിലും ലൈവ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് അത് പറയാം ഇത് പറയാം, അതൊന്നും ചെയ്യരുത് നിങ്ങൾ. ഹാപ്പി ന്യൂസോ? ഹാപ്പി ന്യൂസ് ഞങ്ങൾ കുറെ ട്രൈ ചെയ്താ ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടി. ഞങ്ങൾ 2 മണിക്കൂർ ഞാൻ ശരിക്കും ട്രൈ ചെയ്തു, പക്ഷെ നടക്കുന്നില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. സത്യം പറയാലോ, ഞാൻ ട്രൈ ചെയ്തു ശരിക്കും, എനിക്ക് അത്രയ്ക്ക് വൈകായിരുന്നു. അത് നടക്കൂല മനസ്സിലായി, ബട്ട് സ്റ്റിൽ. എടാ നമ്മൾ ഈ മറ്റേ എന്താ പറയാ, ഈ മണൽത്തരികളില്ലേ, അതുപോലെയാണ് ചില ബന്ധങ്ങൾ. മനസ്സിലായോ? നമ്മൾ മുറുകെ പിടിക്കും തോറും നമ്മൾ വിചാരിക്കും അത് നമ്മളെ കൂടെ നിൽക്കുന്നു. പക്ഷെ നമ്മൾ ഈ മണൽത്തരികൾ മുറുകെ പിടിക്കും തോറും അത് നമ്മളെ കയ്യിൽ നിന്ന് തെന്നി തെന്നി പോവും. അതാണ് സത്യം. ചിലതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അത്രേ ഉള്ളൂ. വാട്ടവർ. വന്ന് വന്ന് സത്യം പറഞ്ഞാല് ഞാൻ ഇത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, മനസ്സ് അത് വേറെ രീതിക്ക് അടികളാവും. വേണ്ട. അതാ അതെ 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 എനിക്ക് അതെ, വേണ്ട കുറേ വേണ്ട, കാര്യങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ നിൽക്കണ്ട. കുറിപ്പ് കണ്ടില്ലേ ഒറ്റ കാര്യം ഞാൻ മുണ്ടാതിരിക്കണേ. പറയാലോ, ജീവിതത്തിൽ ഭയങ്കരമായി വിശ്വസിക്കുന്ന വിശ്വാസങ്ങളൊക്കെ പോയി. അല്ല എന്ത് പറയണത് അല്ല അറിഞ്ഞില്ല. കുറിപ്പ്, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എനിക്ക് എന്നെയും എന്റെ നിഴലിനെയും ഇപ്പൊ കറന്റ് ഷെയ്ക്കിനെ മാത്രമേ വിശ്വാസമുള്ളൂ. ഉള്ള കാര്യം പറയാലോ, തമാശ പറഞ്ഞല്ലേ, ഞാൻ കാര്യം പറഞ്ഞ വേറെ ഒന്നുമല്ല. എനിക്ക് ഇപ്പൊ എന്നെയും എന്റെ നിഴലിനെയും ഷെയ്ക്കിനെ മാത്രമേ എനിക്കിപ്പോ വിശ്വാസമുള്ളൂ. അതിന്റെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും കുറച്ച് മനസ്സിലാവും. സത്യം പറയാലോ, അത് വേറെ ഒന്നും കൊണ്ട് പറയല്ല കൈസ്, അത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോ അത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവും ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷേഖ് ഇപ്പൊ തൽക്കാലം ഷേഖിനെ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടത്തെ അത് അങ്ങനത്തെ ഒരു ഗെയിമാണിത്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എടാ ഞാൻ ന്യൂ ടു ആർപിയ, എനിക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനതൊക്കെ പയ്യെ പയ്യെ പഠിച്ചെല്ലാം ഞാൻ എൻ്റെ മിസ്റ്റേക്സ് തന്നെയാണ് എല്ലാം പഠിച്ചത്. സത്യം പറയാലോ, ഒരുപാട് കാര്യങ്ങൾ. കുറേ ആൾക്കാർ അമ്പി എന്ന് പറയുന്നത്, കുറേ ആൾക്കാർ അത് ഇത് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് വരെ MRG TV ആയിട്ടും KB ആയിട്ടും അടി ഉണ്ടാക്കാൻ ഒരു സാധനം MRG നിന്നപ്പോൾ ചെയ്തിട്ടില്ലായിരുന്നു. അത് മാക്കിനും എൻ്റെ കൂടെ നിന്ന് അത്രയും കുറച്ച് ആൾക്കാർക്കും നന്നായിട്ട് അറിയാം. ഞാൻ അടി പൊട്ടരുത് എന്ന് എത്രത്തോളം നോക്കിയോ അതൊക്കെ പിന്നീട് അടി പൊട്ടിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഗ്യാങ്ങിന് പ്രയോറിറ്റി കൊടുത്ത് നിൽക്കണമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ. ആ മിസ്റ്റേക്കുകളൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യരുതെന്ന് എഴുതിയിട്ടാണ് ആദ്യം തന്നെ ഒരാളെയും ഫ്രണ്ട്ലി ഗ്യാങ്ങായി കാണൂല എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞത്. ബിലാല് വല്ലതെന്നോ? എന്ത് ബിലാല്? ബിലാലൊന്നും ഒന്നും ചെയ്യൂല. ബിലാലൊക്കെ എവിടെ പോവാൻ, ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഞാൻ പറയില്ല കൈസ്, നമ്മൾ ജീവിതത്തിൽ ആരെയും വിശ്വസിക്കണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം വരുമ്പോൾ എല്ലാവരും ഇട്ടുപോകും, അത്രേ ഉള്ളൂ. അത് ഇതേപോലെ ഇപ്പം ഇനി ഇരുന്ന അപ്പുറത്തുള്ള ആൾക്കാരും പറയും നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇട്ട് പോകുന്നു. നമ്മളവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ റീസൺ, വ്യക്തമായ റീസൺസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോലും കുറേ ആൾക്കാർക്ക് അറിയില്ല. അത് വളരെ അപൂർവം. അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയോ? അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും അറിയില്ല. കുറേ പേർക്ക്, അവിടെ നിൽക്കുന്ന വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ റീസൺ അറിയുള്ളൂ. അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പം കുറേ നേരം രാജുഭായിനോട് സംസാരിച്ചു. രാജുഭായിനോട് സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലായതിൽ ഓൽക്കും സങ്കടങ്ങളുണ്ട്. നമ്മളെ ഭാഗത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമങ്ങളുണ്ട്. മിസ്റ്റേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഓലെ സൈഡിൽ നിന്ന് നോക്കുമ്പം അതൊരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ്. കാരണം അത്രയും സമയം കാലം ഒപ്പം നടന്ന് എല്ലാ ആവശ്യത്തിനും, എൻ്റെ പല ആവശ്യത്തിനും രാജുഭായി ഇതേമാതിരി വണ്ടി കയറി തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ മലപ്പുറം വരെ വന്നിക്കണ്.
ഇല്ല ഒന്നും പറയണില്ല. അത്രയും പിന്നെ പുള്ളിയൊക്കെ പുള്ളിന്റെ 110 ഇട്ടിട്ട് എനിക്ക് വേണ്ടിയിട്ടൊക്കെ നിന്നുകണ്. പക്ഷെ ഞാൻ ആ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അത് വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടും കൂടി തന്നെയാണ് ഇറങ്ങിയത്. ആ ഇറങ്ങിയ സമയത്ത് ഞാൻ ലിറ്ററലി ഒരാളോടും പറഞ്ഞില്ല. മറ്റതെല്ലാം ഷെയർ ചെയ്യണ ഞാൻ ആരോടും ഷെയർ ചെയ്യാതെ ഇറങ്ങി എന്നുള്ളൊരു റീസണാണ് പുള്ളി പറഞ്ഞത്. അപ്പം പുള്ളിക്ക് അതിൽ സങ്കടമുണ്ട്, മാരിക്ക് അതിൽ സങ്കടമുണ്ട്. കാരണം മാരി, രാജു ഭായ് ഇവരൊക്കെ നമ്മൾ റെഗുലറായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ. ആരോടും ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് പക്ഷേ എനിക്ക് എന്താ പറയുക, ഒരു തെറ്റായിട്ടൊന്നും തോന്നിയില്ല. കാരണം ആരടുത്തും പറഞ്ഞിട്ടില്ലല്ലോ. ഒരാളെ മാത്രം വിളിച്ചും പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കണ്ട് ഇറങ്ങി പോരുന്ന മാരല്ല. ഈവൻ എന്റെ അടുത്ത് പോലും ഒന്നും പറഞ്ഞില്ല. ഞാൻ ഞാൻ ഇറങ്ങി വിളിച്ച് ചോദിക്കാൻ മാക്ക് തന്നെ ഇറങ്ങി മാക്സിമം ഞാൻ ചോദിച്ചു. മാക്ക് ഇറങ്ങി, അത്രേ ഉള്ളൂ. മാലിക്ക് ഇറങ്ങി. ഇനിയൊരു തിരിച്ചുവരവില്ല എന്നുള്ളത് 100% പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സ്റ്റിൽ ഈ പറയുന്ന കുറേ പേര് എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ചാറ്റിൻ്റെ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ ഒരാളോട് പോലും നിങ്ങളെല്ലാവരും റാംബോൻ്റെ കൂടെ നിൽക്കണം, ഞാൻ ഇറങ്ങി നിർത്തിയിട്ട് ആരും ഇതാകരുത്, ഞാൻ ഗ്യാങ് വേറെ തുടങ്ങുന്നതിനെ പറ്റിയൊന്നും ഞാൻ തിങ്ക് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ ഇത്ര പേരൊക്കെ ഇറങ്ങിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് ലൈവ് വന്നാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ചിലപ്പോൾ ഞാൻ ഗ്യാങ് ചിലപ്പം തുടങ്ങിയേക്കാം, ഉറപ്പില്ല എന്നുള്ളത്. ആ സമയത്ത് ഞങ്ങൾ 7 പേരുള്ളൂ. ഞാൻ, ബ്ലേക്ക്, മാലിക്, മാക്ക്, ഉസ്മാൻ, ഇസ്മായിൽ, ബിലാൽ. ഞങ്ങൾ 7 പേർക്കും വേണ്ടിയിട്ട് ഒരു ഗ്യാങ് തുടങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു ആക്ച്വലി. പിന്നെ ഇത്ര പേര് മേ ബി തുടങ്ങിയേക്കാം എന്നുള്ളൊരു കാര്യത്തിലാണ് കുറുപ്പും പിന്നെ അതേപോലെ അത്രയും 10-24 ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ പിന്നെ തുടങ്ങല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ എന്താ പറയുക, ഞാൻ ചാറ്റൊന്നും നോക്കുന്നേ ഇല്ലടാ. എനിക്ക് ചാറ്റൊന്നും നോക്കിയാൽ എനിക്കൊന്നും ചിലപ്പോൾ ഇതാക്കാൻ കഴിയൂല. നിങ്ങൾ പലതും പറന്നെല്ലാം പറയുന്നുണ്ട്. എനിക്ക് നിങ്ങൾ പറയുന്ന പോലെയല്ല ഇതാർക്കും ഞാൻ കാരണം ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ പിന്നീട് അത് വേറെ രീതിക്കൊക്കെ ആവും കാര്യങ്ങൾ. അപ്പം അതിലേറെ കുറേയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയാം. നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ റെഡി ആയിട്ട് തന്നെ ഒരു കാര്യം പറയാം. ഈ സമയത്ത് അല്ലെങ്കിൽ ഏത് സമയത്തായാലും ഇപ്പം ഇത്ര നല്ലൊരു വ്യൂവർഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഷെയ്ഖിന്റെ വോയിസിന് അതിൻ്റെതായ പവർഫുൾ ആയിട്ടുള്ളൊരു അതിൻ്റെതായ ഒരു പവർ ഉണ്ട് ആ വോയിസിനും ആ പറയുന്ന വേർഡ്സിനും അല്ലെങ്കിൽ ആ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നോക്കിയും കണ്ടും അല്ലാതെ ഇപ്പോൾ ഇതിന് മുന്നേയും ഞാൻ ഇതുവരെ ഷെയ്ഖിനെ അങ്ങനെ ഉപദേശിക്കുക അങ്ങനെയൊന്നും പറഞ്ഞില്ല. പലപ്പോഴും ഷെയ്ഖ് ചെയ്തിട്ടുള്ള കാര്യം വെച്ചാൽ ഈ ദേശത്തിന്റെ പുറത്ത് പലതും പറയുന്നത് ഷെയ്ഖിന്റെ വോയിസിന്റെ ആ ഒരു റീച്ചോ അല്ലെങ്കിൽ വെലോസിറ്റി അറിയാതെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇനി എന്തായാലും ഇനിയും തൊട്ടുള്ള മുന്നോട്ടുള്ള ജേർണിയിൽ അത് കണ്ടിന്യൂ ചെയ്യത്തില്ല. അപ്പൊ അത് ഇനി നോക്കിയും കണ്ടും തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതിന് നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞാലോ ഇനി നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഞാനത് പറ്റൂല എന്ന് തന്നെ പറഞ്ഞു നിൽക്കും. അത് എന്റെ വാക്ക് എത്ര നാൾ ഷേക്ക് കേൾക്കും അത്രത്തോളം ഞാൻ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഗൈസ്, നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റിനോ നിങ്ങളുടെ ആങ്സൈറ്റികൾ തീർക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒരു പെട്ടെന്നൊരു കാര്യം വന്ന് വെറുതെ വിളിച്ച് പറയുന്ന പരിപാടി നമ്മൾ നിർത്തി. പ്ലീസ് അത് നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യേ. ഇത് നിങ്ങളെ ഈ ലൈവ് വരുന്ന 3-4 മണിക്കൂർ മാത്രമല്ല ഇതിനകത്ത് വേണ്ടി നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് ബാക്കി കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളതൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും കൊള്ളാം, നമുക്കും നല്ലത്. കുറുപ്പേ ഓ ഷേക്ക്, എന്തോ ഉണ്ടാക്കുന്ന ഞാനിങ്ങനെ ചുമ്മാ ഫോൺ ഫ്ലഫി ആക്കി വിളിച്ചിരുന്നു. എന്തൊരു പരിപാടി പബ്ജി കളിക്കണമെന്നൊക്കെ ചോദിച്ച്. പബ്ജി കളിക്കാം, നല്ലത്. പബ്ജി ഒന്നും കളിക്കാൻ ഇപ്പം മൈൻഡ് ഇല്ലെന്ന് പറഞ്ഞു. ആക്ടിങ്ങും പറയുന്നല്ല കുണ്ണാളെ. ആക്ട് ചെയ്യാനൊന്നും ഞാൻ എന്താ വേറെ സ്ട്രീമേഴ്സിൻ്റെ പോലെ എനിക്കിങ്ങനെ വന്നാണ്ടിരുന്ന് ആക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണ് ഉള്ളിൽ തോന്നുന്നത് അത് നമ്മൾ വന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അത് പരമാവധി ഇലക്കും മുള്ളിനും കേടില്ലാതെ നമ്മളെപ്പോഴും പറയാറുണ്ടായിരുന്നത്. ചിലതൊക്കെ സഹിക്കൂലടാ. നിങ്ങളത് വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. എനിക്കിപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ആരെ വിശ്വസിക്കണം, ആരോട് എന്ത് പറയണം എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ വിശ്വസിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ അതുപോലും പിന്നീട് ഇതേമാതിരി നമുക്ക് തന്നെ പണിയായി വരുന്ന സംഭവങ്ങളാണ്. മനസ്സിലായോ? മാലിക്കാണോ വിപ്സിയാണോ എന്താടാ? വെയിറ്റ് ചെയ്യ്, ഒരു എന്താ പറയാ, ടെൻഷൻ ആവണ്. നീ അറിഞ്ഞിട്ടില്ലല്ലേ? ഇല്ലില്ല, കാലൊക്കെ അതെന്തായാലും ഇപ്പൊ ഉടനെ അറിയുമല്ലോ എല്ലാരും. ശരി, ഇപ്പൊ ഞാൻ ഞാൻ പറയാലോ പല ഇതിനെ പറ്റി എന്താ
പലതും പറയണപ്പോൾ ഞാൻ കേട്ടു. ഈ ഗ്യാങ് മുമ്പിൽ പോവും, എൻ്റെ ഏതൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തി പോകും എന്നുള്ളത്. വ്യക്തമായ തെളിവുകളില്ലാതെ, ആരോപണങ്ങൾ മാത്രമല്ലാതെ, എനിക്കെതിരെ എന്തെങ്കിലും ഒരു ശക്തമായ തെളിവും കൊണ്ടുവരാതെ ഷെയ്ഖ് എവിടെയും പോകില്ല. മനസ്സിലായോ? വെറുതെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കാന്നല്ലാതെ, വെറുതെ കുറച്ച് അലിഗേഷൻസിൻ്റെ പേരിൽ കൊണ്ടുവരാന്നല്ലാതെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം ഒരു അണ്ടി ഇല്ലാത്ത ഒരു കുണ്ണാളെ എനിക്ക് പേടിയില്ല. മനസ്സിലായോ? അവിടെ ഇരുന്ന് അങ്ങനെ കൊണക്ക. ഞാനൊരു സൈഡിൽ നിന്ന് സത്യങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ, ഒരു മൈരന്മാരും ഇവിടെ ഉണ്ടാവില്ല. എനിക്കറിയാം നന്നായിട്ട്. അത് കുറേയൊക്കെ ഇവന്മാർ പറയണ്ടെന്ന് കരുതിക്കാണ്ട് മിണ്ടാതെ പിടിച്ച് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് മിണ്ടാതെ നിന്നു. അത്രേ ഉള്ളൂ. ഷമീർ ഇതൊന്നും ഇല്ല. ഷമീറിൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഷമീറൊക്കെ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. നമ്മളെ ഇടയിൽ ആകെ ഈ പറയുന്ന കുറച്ച് ഷമീറിന് എനിക്ക് ഈഗോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, വാച്ചിങ്ങിൻ്റെ കേസിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഷമീറൊക്കെ വാസ് ഗുഡ് ഫ്രണ്ട്. സ്റ്റിൽ എനിക്ക് അങ്ങനത്തെ ഓനായിട്ട് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും എനിക്ക് ഷമീറിനായിട്ടില്ല. നമ്മൾ എപ്പോഴും ഈ പറയുന്ന പോലെ ലാസ്റ്റ് ടൈമിലും കൂടിയും ഈ പറഞ്ഞ പോലെ ഓനെ എനിക്ക് ഈദ് മുബാറക്കൊക്കെ ഇങ്ങോട്ട് അയച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ആക്കിയതിൻ്റെ ഒരു ഇതൊക്കെ അയച്ചതാണ്. അല്ലാത്ത ഞങ്ങളുടെ ഇടയിൽ ഈ വാച്ചിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരു ഇഷ്യൂവും ഞാനും ഷമീറും തമ്മിൽ വേറെ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ വേറെയുള്ള ആൾക്കാർ അങ്ങനെയല്ല. പറഞ്ഞോ എന്തേ? പോടാ പുണ്ടേ. ഈ സമയത്താണല്ലോ നിന്റെ ഈ പേര്. പിന്നെ ഇത് ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാം. നിങ്ങള് കണ്ടിട്ടുണ്ടാവും ഗൈസ്. കഴിഞ്ഞല്ലേ? കഴിഞ്ഞോ? പ്രശ്നമെല്ലാം തീർന്നില്ലല്ലോ? എനിക്കറിയില്ല, കഴിഞ്ഞോ അറിയില്ല. ഹാപ്പി അല്ലേ എല്ലാരും? അപ്പൊ അതും കഴിഞ്ഞു. അപ്പം എന്താ ഇതിനെ പറ്റി പറയാ? എല്ലാരും സന്തോഷിക്കും. ഇനിയിപ്പം ബാക്കിയുള്ളവരെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ സംഭവം അറിഞ്ഞ് എൻ്റെ അടുത്ത് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, എന്താ പറയടാ, എനിക്കറിയില്ല, എനിക്കിതിനെ പറ്റി ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ, ആരെ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ ഈ ബൂസ്റ്റ് ചെയ്യണതൊക്കെ കുറേയൊക്കെ വെറുതെ ആയി പോവാണോ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെയാണ് എനിക്ക്. മനസ്സിലായോ? എനിക്കതുകൊണ്ട് തന്നെ ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏത് സമയത്ത് നമുക്കെതിരെ തിരിയാം എന്നുള്ളൊരു മൈൻഡൊക്കെ വന്നു. നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേറ്റ് ആവില്ല ഗൈസ്. അത് നമ്മൾ പൊസിഷനിൽ നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്താ സംഭവം? എന്താ സംഭവം? എന്താ പറ. സംഭവം അലക്സ് പോയി. അതന്നെ, അലക്സ് ടി വിയെ കയറി. മെയിൻ തിങ്. അത് സത്യം പറയാലോ, കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് MRC എന്നുള്ള ഒരു ഇതിലേക്ക് വെളി വന്നു. ഒരു പെർട്ടിക്കുലർ ഒരാൾ വിളിച്ച് ഒരുപാട് സമയം കൺവിൻസ് ചെയ്തു, പല ഓഫറുകളും കൊടുത്തു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ആ സമയത്ത് ഉണ്ടായതിനേക്കാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മളെ ഗ്യാങ്ങാണ്, അല്ലെങ്കിൽ നമ്മൾ കളിച്ച മെമ്പേഴ്സിൻ്റെ കൂടെയാണ് പോകാന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇതെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ആരും ഇതാക്കൊന്നും വേണ്ട, ഹെയ്റ്റ് കൊടുക്കാനോ ഇതാക്കാനോ ഒന്നും വേണ്ട. ഞാൻ ജസ്റ്റ് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ കുറുപ്പിൻ്റെ അടുത്ത് കുറേ പറഞ്ഞു. കുറുപ്പിന് ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് വട്ടം അനുഭവിച്ചിട്ടുള്ളതാണ്. ഇതിലും വലിയ കാര്യങ്ങൾ കുറുപ്പിന് ഇതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എനിക്കെന്തോ അത് ഡൈജസ്റ്റ് ആവണില്ല. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഓപ്പർച്യൂണിറ്റിയും കൊടുത്ത്, നമ്മളത്രയും എക്സ്പോഷറും കൊടുത്ത് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ടൈമിൽ, പ്രത്യേകിച്ച് ഈ ഒരു സ്പ്ലിറ്റപ്പായി ഇനി ഒന്നിന്ന് തുടങ്ങിയിട്ട് വേണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രേ ഉള്ളൂ. ഹെയ്റ്റായിട്ട് പറയുന്നൊന്നല്ല. എന്തോ മേക്കെ ഞാൻ പറയാ, എനിക്ക് അറിയില്ല. ഒന്നും പറയണ്ട. നന്നായി അവൻ നല്ല ഫ്യൂച്ചർ ആയിരിക്കും. നല്ല ഫ്യൂച്ചർ നോക്കി പോട്ടെ. നല്ല കാര്യം. ഓൾ ദ ബെസ്റ്റ് ഡാമുത്തെ. എന്തായാലും നിന്റെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിന്നെ അവിടെ നമ്മുടെ ഫാമിലിയിൽ കൊണ്ടുവന്ന്
നിനക്കിപ്പോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവട്ടെ എന്ന് നമ്മളെല്ലാരും നല്ല മനസ്സോടുകൂടി നിന്നെ നിനക്കൊരു ഒരു ആശംസിക്കുന്നു. അത്ര പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് നിനക്കും ഒരു ഇതാവും. വെറുതെ എന്തിനാ വിട്ടേര്. അവൻ അവന്റെ ലൈഫ് നോക്കി പോട്ടെ ഗൈസ്. ഇനി ദൈവത്തെ ഓർത്ത് അവനെ പോയിട്ട് ആവശ്യമില്ലാത്ത ഹേറ്റും അത് കാര്യങ്ങളൊക്കെ ചെയ്യരുത് കൊടുക്കരുത്. ആരും. നമ്മളെ പാവം സൈഡിൽ നിന്ന് പയ്യൻ. ആരും അങ്ങനെ അവൻ ഒരു പാവം അത് ചെക്കനാ. ചെയ്യണ്ട. ഞാൻ ഒരാളും കൂടെ അങ്ങനെ എൻ്റെ ലൈവ് ചെയ്യരുത്. സ്റ്റാർട്ടിങ് തൊട്ടേ എപ്പോഴും കാണുന്ന ആൾക്കാരോട് പറയുന്നതാണ് ഈ ആവശ്യമില്ലാത്ത ഹെയ്റ്റ് പരിപാടിയൊന്നും കൊടുക്കണ്ട എന്നുള്ളത്. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായതിൻ്റെ ഒരു മൈൻഡ് ഫക്കാ. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അത്രേ ഉള്ളൂ. നമ്മൾ പുതിയതായതുകൊണ്ടായിരിക്കും. നിങ്ങൾ എനിവേ, PvP എന്ന് പറയുന്നതിന്റെ ലാസ്റ്റ് വേർഡ് അല്ല ആരും. മനസ്സിലായില്ലേ? നീ നല്ല പ്ലേയേഴ്സ് വരും. നമുക്ക് നോക്കാം. ഡോണ്ട് വറി ഗൈസ്. ചില്ല എല്ലാരും ചില്ല. പണ്ട് കെ വി അനുഭവിച്ച ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നു. ഇതെല്ലാം കർമ്മമാണോ മയില്? ഞാൻ പ്രതീക്ഷിച്ച ഡയലോഗാണത്. ആയിരിക്കും. നമ്മളതിനെ ഞാൻ പറയട്ടെ, നമ്മളാരും അങ്ങോട്ട് പോയി അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചിട്ടില്ല. ഈവൻ കൊച്ചാപ്പയാണെങ്കിലും അതെ. KVL കേസിൽ മാലിക്കനാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എന്തോ നമ്മൾ വിളിച്ചു എന്നല്ലാതെ പിന്നെ നമ്മൾ 1-2 പ്രാവശ്യം എന്തോ വിളിച്ചിട്ടുണ്ട്. പിന്നെ തൊപ്പി അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ മാലിക്ക് കയറിയത്. അതൊക്കെ അവരാരോ ചോയ്സിൽ പോയതാ. ഇതും അതേപോലെ അവൻ അങ്ങോട്ട് പോയി ചോദിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയില്ല എൻ്റെ വാക്കിൽ. അറിയില്ല. അതൊക്കെ ഇനി അവൻ തന്നെ പറഞ്ഞോളൂ. നമ്മൾ അവൻ ഇതിനകത്ത് ഇനി അവൻ്റെ ഒന്നും ലൈവ് ഇട്ടുണ്ടോ സംസാരിക്കും. ഈ അവൻ്റെ ടോപ്പിക്ക് സൈഡിൽ നമ്മൾ ക്ലിയർ ചെയ്തിരിക്കും. അതെ ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിൽ നമ്മളെ ഈ ചാറ്റിൽ ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ അവനെ തെറി വിളിക്കുന്നുണ്ട്. അവനെ ഒന്നും ഇവിടെ ആരും തെറി വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ കളിച്ച പ്ലെയർ ആണ്. അവിടെ ഇപ്പൊ ഒരു ഇത് വന്നപ്പോൾ പോയി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ അവിടെ പോയി കളിക്കുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല, സന്തോഷമേ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് ഇവിടെ നിന്ന് അവിടെ പോയി അവനെ തെറി വിളിക്കുകയോ അതിന്റെ പുറകെ നടക്കാനുള്ള, ഇവിടെയും തെറി വിളിക്കാതിരിക്കുക മാക്സിമം. ഈ ചുമ്മാ ഇപ്പൊ ഞാൻ തന്നെ കുറെ നേരം ഞാൻ മ്യൂട്ട് അടിച്ചിരുന്നപ്പോഴും കാണുന്നുണ്ട് ഫുൾ അലക്സിനെ തെറി വിളിക്കുന്നതാണ്. അപ്പം നിങ്ങൾ മാക്സിമം ആവശ്യമില്ലാത്ത ഹേറ്റ് ഒന്നും ഒരു പ്ലെയറിന് അങ്ങനെ കൊടുക്കാൻ നിൽക്കരുത്. അത് ഒഴിവാക്കുക, പിന്നെ നിർത്തുക. നാളെ ആയാലും ഇതിനകത്തോട്ട് വരാൻ പോകുന്ന പ്ലേയേഴ്സിന്റെ അടുത്ത് മറ്റേ ഷേക്ക് നിർത്തിപ്പോവും, ഭാവി ഇല്ലാണ്ടാവുന്നൊക്കെ പറയുന്നവരോട് ഷേക്ക് മുന്നേ പറഞ്ഞ പോലെ ഇവിടുന്ന് ആരും എവിടെയും പോകാൻ പോണില്ല. ആരുമില്ലെങ്കിലും സ്ക്രാച്ചിൽ ഇത് നിന്നാണ് ഒരു തുടങ്ങണ്ടെങ്കിൽ വാശിയായിട്ട് തന്നെ കണക്കാക്കിക്കോ. ഇതെന്തായാലും നമ്മൾ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആക്കാൻ നോക്കും. അത് ഉറപ്പായിട്ടും. ഇനി ഇതൊരു നമ്മൾ വാശിയാണ് ഗൈസ്. അത് ഇനി ഇതൊരു നമ്മൾ വാശിയാണ്. ഒരിക്കലും താന്നു കൊടുത്തിട്ട് അങ്ങനെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ചവിട്ടി മേലെ കയറാന്നുള്ളൊരു തോന്നല് അത് ഇനി നടക്കൂല. അത് ഇത് ഇഞ്ഞെടുക്കുന്ന നമ്മൾ പ്ലേയേഴ്സ് വേറെ ആരും ആണെന്നുണ്ടെങ്കിലും ഉദ്ദേശിച്ചൊന്നുമല്ല. അത് ഇങ്ങിരുന്ന് ഗ്രൈൻഡ് അങ്ങനെ ആയിരിക്കും. ചെയ്തിട്ടാണെങ്കിലും നമ്മളും സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് വരും. അത്രേ നമുക്ക് പറയാനുള്ളൂ ഇതിൽ. അത്ര എന്താ പറയാ, എനക്കൊന്നും പറയാല്ല. ഞാൻ പറയാം, എനിക്ക് ഓരോന്നില്ലോ എന്തെല്ലോ പറയണമെന്നുണ്ട്. എനിക്ക് എന്താ വെച്ചാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ രീതിക്ക് ആയി പോകും. എനിക്ക് അതാ പേടി. ഞാൻ തൊള്ള ഒന്നും തുറക്കാക്കുന്ന ആദ്യം പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ നല്ലേ. നമുക്ക് നമ്മുടെ കാര്യം. ഇനി അതിന് നമുക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുക്കാം. ചാറ്റ് ഞാനൊക്കെ ഇപ്പൊ ചാവുന്നു. എന്തിന്? ഇതിന് ചില്ല ഗൈസ്, നോക്കാം. നമുക്ക് നമ്മളെ പരിപാടികളായിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം. നമുക്ക് ഫോർസ കളിച്ച് കാണിച്ചു കൊടുക്ക് ശരിക്കും അങ്ങോട്ട്. ഓടാ വണ്ടിയില്ലാത്തവരെ ഒന്നിനും മൂടില്ലടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഇന്ന്. സത്യം പറഞ്ഞു മനസ്സിലായി. കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടില്ല. പുറത്തായിരുന്നു ഇത്ര നേരം വന്നിട്ട് പുതിയ റിക്രൂട്ട്മെന്റിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നതായിരുന്നു. പക്ഷെ ഒന്നിനൊരു മൂഡ് കിട്ടുന്നില്ല ആക്ച്വലി. അതാ. ഒന്നും വേണ്ട, നമുക്ക് എല്ലാം റെഡി ആക്കടാ. മാലിക് പോയോന്നോ? മാലിക് അവിടെ പോണു. മാലിക്കൊക്കെ അവന്റെ വീട്ടിലുണ്ട്. മാലിക്ക് ഫുഡ് കഴിക്കാൻ പോയെന്ന് തോന്നുന്നു പുറത്തോട്ട്. അല്ലാണ്ട് എവിടെയും പോകില്ല കൈസ. എനിക്ക് കഷ്ടപ്പെട്ടിട്ടാണ് അവൻ വീട്ടിൽ പോലും പോയത് വയ്യാതെ ഇരുന്നിട്ട്. അതെ. ഞാൻ ഒരു കാര്യം പറയാം, എന്തായാലും ഒരു ഗ്യാങ്ങിനായിട്ടും നല്ല രീതിക്ക് പോകാൻ ചാൻസ് ഇല്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. അതെ. നിങ്ങൾ ഈ ലൈവിൽ വന്നുകാണ്ട് ഈ രാത്രി ഈ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല. ലൈവ് കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാരോട് സംസാരിക്കുന്ന. അപ്പം അറിഞ്ഞു വെച്ചിട്ട് ഞാൻ പറയാലോ, ഒരു ഗ്യാങ്ങിനായിട്ട് നല്ല രീതിക്ക് നമുക്ക് പോകാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. എന്തായാലും നല്ല അടി ഇഷ്ടംപോലെ സിറ്റിയിൽ നടക്കാൻ ഇനി വരും ദിവസങ്ങളിൽ. നല്ല അടി കാണാൻ താല്പര്യമുള്ള ആൾക്ക് നല്ല ഇനി സമയക്കാരം, വരാം. നല്ല നല്ല ടൈമാ. സുഖമുള്ള അടി ഇനി കാണാം. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് അടിയോടെ അടിയായിരിക്കും. ഭയങ്കര ഇഷ്ടം പോലെ പല അടിയും കാണാൻ കഴിയും. അൺസബ് അൺഫോളോ എന്നുള്ള സാധനം ഇങ്ങനെ സ്പാം ചെയ്യല്ലേ ഗൈസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആ ഫോളോ ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ അവന്റെ സ്കില്ല് കണ്ടിട്ടല്ലേ. അവനെ ഇനി ആ സ്കില്ല് മുന്നോട്ട് കൊണ്ടുവന്നതിന് സപ്പോർട്ട് ചെയ്യും. ആരും ഇവിടുന്ന് കൊടുത്തൊന്നും തിരിച്ചെടുത്തിട്ട് ആരും എവിടെ എങ്ങും വിടുന്നില്ല. മനസ്സിലായോ? ലെറ്റ് ഹിം ബി ഹിംസെൽഫ് പ്ലീസ് ഗൈസ്. നിങ്ങൾ ഇങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു ചാറ്റാവല്ലേ പ്ലീസ്.
ദാമു പിപിയാ ഇല്ലടാ അവനെ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാരും ഇതായിരുന്നു പറയുന്നത്. ലൈവ് ഇട്ട അവൻ ലൈവ് ഇട്ടാൽ ഇവിടെ നിന്ന് ആരും പോയി ഹേറ്റ് കൊടുക്കരുത് ഒരിക്കലും. അല്ലടാ ഞാനത് വിചാരിച്ചിരുന്ന എന്താ വെച്ചാല് ഈ പറയുന്ന പർച്ചേസ് ആണെന്നുണ്ടെങ്കിലും ഈ മണി ടോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആര് കൊണ്ടുവന്നതാ? ഒക്കെ നമ്മളൊക്കെ തന്നെ കൊണ്ടുവന്നത് അല്ലേ? അതെ നമ്മൾ ടൈം എടുത്ത് ഓരോന്ന് റെഡിയാക്കി ഓരോന്ന് നമ്മൾ തന്നെയാണ് റെഡിയാക്കിയത്. പക്ഷെ ഈ നമ്മളെല്ലാരും സ്ക്രാച്ചിൽ എവിടെ ഇല്ലാത്ത ഈ കൊണ്ടുവന്നു. എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ഇതേപോലെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് എല്ലാം ചെയ്തു കൊടുത്ത ആ ഒരു എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ അത് പിന്നെയും പേടാവും. വേണ്ട ഇനി പറയണ്ട അതിനെപ്പറ്റി വേണ്ട, വേണ്ട, വേണ്ട. ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. എനിക്ക് നിങ്ങൾ കൂടുതലൊന്നും ചെയ്തു. പറയാനില്ല. ഞാൻ ലൈവ് ഇട്ട് എന്തെല്ലോ പറയണം. ഞാൻ ഇരുന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ ഞാൻ പറയും എന്നുള്ള രീതിക്ക് വന്നത്. മാക്കിനോട് ഞാൻ ഇപ്പം ലൈവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനത് പറഞ്ഞു പോലും ഈ ഒരു കാര്യം. അപ്പം മാക്ക് പറഞ്ഞു വേണ്ട ചോദിക്കുക കഴിഞ്ഞത് നമ്മളായിട്ട് ഒന്നിനും പോണ്ട, നമ്മളെ ഇടുന്ന് നിർത്തുക എന്നുള്ള രീതിക്ക്